നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയ വേദന ഉണ്ട് കേട്ടോ, ചെറുതായിട്ട്. ഇന്നലെ വരെയും ഒരു ചെറിയ മരവിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ഉണ്ടാവും, ഗ്രാജുവലി മാറത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രാജുവലി മാറുന്നതനുസരിച്ച് ചെറിയ രീതിയിൽ പെയിനും വരുന്നുണ്ട്. ഗ്യാസിൻ്റെ ഗുളിക കഴിച്ചതാണ്. ഇന്നലെ ഈവനിങ് ഒക്കെ ആയപ്പോൾ എനിക്ക് കുറച്ച് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്. മറ്റേ ചവയ്ക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ പതിയെ ചവച്ചപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. എന്തായാലും അവിടെ ആ സ്റ്റിച്ചുണ്ട് കേട്ടോ, അതിങ്ങനെ തട്ടുമ്പോൾ വല്ലാതെ വരുന്നുണ്ട്. എന്തോ അവിടെ ഇരിക്കുന്നൊരു ഫീല്, അത്രേ ഉള്ളൂ ബുദ്ധിമുട്ട്. പലരും ചോദിച്ചു, ഇങ്ങനെ വയ്യാത്ത ആൾ വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന്. ഞാൻ അങ്ങനെ കിടപ്പല്ല, എനിക്ക് സംസാരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. നമുക്കിപ്പോൾ എഴുന്നേറ്റിരിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യത്തില്ലല്ലോ. ഓക്കെ ആണ്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ മൊത്തത്തിലൊരു ചെറിയൊരു ബുദ്ധിമുട്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഡോക്ടറും പറഞ്ഞു സംസാരിക്കുക, 3 വിരലിൻ്റെ ഇത്രയും ഓപ്പൺ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എങ്കിലേ വായിക്കൊരു എക്സസൈസ് ആവത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ സംസാരിക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഇരിക്കുകയാണ്. ടാബ്ലറ്റൊക്കെ കഴിക്കുന്നതുകൊണ്ട് വലിയ ചെറിയൊരു ഉറുമ്പടിക്കുന്നത് തന്നെ ഇല്ല, അവിടെ എന്തോ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ വേദനയായിട്ടൊന്നും ഇല്ല കേട്ടോ. 2 ദിവസമായിട്ട് ഫുഡ് കഴിക്കുന്നില്ല. ചിക്കൻ കണ്ടിട്ട് സഹിക്കുന്നില്ല. ഹാർഡായിട്ടുള്ളതൊന്നും കഴിക്കില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പുറം സൈഡിൽ വെച്ച് ചിക്കൻ്റെ ഗ്രേവി തൊട്ട് കഴിക്കാൻ എത്തിയപ്പോൾ ഗ്രേവി ഇല്ല. പീസ് എടുത്തിട്ടുണ്ട്, എന്താ സംഭവിക്കുമെന്ന് അറിയില്ല. നമുക്ക് കഴിച്ച് നോക്കാം ഗൈസ്. 3 ദിവസം കൊണ്ട് ഈ ചിക്കൻ എന്നെ ഒരു കൊതിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഞാൻ ഇത്രയും ദിവസം സഹിച്ചത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഗൈസ്. ശക്കലം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചവയ്ക്കാൻ പറ്റുകയാണെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ വിടാം. ചവയ്ക്കാൻ പറ്റുന്നുണ്ട്. കുഴപ്പമില്ല. വലിയ എരിവില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പ്രോട്ടീൻ ഇല്ലേ ചിക്കൻ, ഡോക്ടർ പ്രോട്ടീൻ കഴിക്കാൻ പറഞ്ഞു. അപ്പം പകുതി എടുത്തുള്ളൂ. ചിക്കന് അത്രയൊന്നും കഴിക്കില്ല, എടുത്തപ്പോൾ വന്നു അതങ്ങനെ എടുത്ത് വെച്ചു, അത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ സ്ഥിരം സീറ്റ് കേട്ടോ. ഇവിടെ ചാർജിൻ്റെ പ്ലഗ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ പ്ലഗിലിട്ടിട്ട് കാണുകയും ചെയ്യാം, വീഡിയോ എടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഇവിടെയാണ് എൻ്റെ സ്ഥിരം ലൊക്കേഷൻ. എന്താണെന്ന് സ്പെഷ്യൽ? വാവ്, മമ്മിയുടെ അത്രയുള്ള ചൂര ഫ്രഷ് തന്നെ. നമുക്കിന്ന് ഗ്രില്ല് ചെയ്യാം. ഇന്ന് എൻ്റെ എയർ ഫ്രയറിൽ വെച്ച് ഗ്രിൽഡ് ഫിഷ് ഫ്രൈ ഉണ്ടാവേ. അച്ചി അപ്പാപ്പല്ല വാങ്ങിച്ചോണ്ടോന്ന് അച്ചി. ഓ, ഒരു വലിയ മീൻ വാങ്ങിച്ചല്ലേ, അഹങ്കാരം നോക്ക്. അഗാരോ ഗാലക്സി ഡിജിറ്റൽ 4.5 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഒരു എയർ ഫ്രയറിനെ പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മളെപ്പോലുള്ള ഒരു കുഞ്ഞു ഫാമിലിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു എയർ ഫ്രയർ. ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ ലെഗ്, ഷ്രിംപ്, കേക്ക്, സ്റ്റീക്ക്, ഫിഷ്, റിബ്സ് എന്നിവേണ്ട 7 പ്രീസെറ്റ് പ്രീഹീറ്റ് ഫംഗ്ഷനും അവൈലബിൾ ആണ്. പെർഫെക്റ്റ് ഫോർ ഫാമിലി മീൽസ് ആൻഡ് സ്മോൾ ഗെറ്റ് ടുഗദർ. 1400 വാട്ട്സ് പവർ ഇതിനുള്ളത് കൊണ്ട് ഫാസ്റ്റ് ആൻഡ് ഹെൽത്തി കുക്കിംഗ് ആയിരിക്കും. 360 ഡിഗ്രി റാപ്പിഡ് ഹോട്ട് എയർ സർക്കുലേഷൻ ടെക്നോളജിയും ഇതിലുണ്ട്. ഇറ്റ് ക്വിക്ക്ലി ഡിസ്പേഴ്സസ് ഹീറ്റഡ് എയർ ഇൻ ഓൾ ഡയറക്ഷൻസ്. 90% ലെസ് ഓയിലോട് കൂടി ഇത് നമ്മുടെ ഫുഡ് എല്ലായിടത്തും കുക്കാവുകയും ചെയ്യും. ആ ഒരു ക്രിസ്പി ടെക്സ്ചർ അത് അങ്ങനെ തന്നെ നിലനിർത്തുകയും ചെയ്യും. ഇതിന് ഡിജിറ്റൽ ഡിസ്പ്ലേയും ടച്ച് കൺട്രോളാണ് വരുന്നത്. അതുകൊണ്ട് ഫംഗ്ഷൻസ് എല്ലാം നമുക്ക് ഇവിടെ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ടെമ്പറേച്ചർ 80 to 200 ഡിഗ്രി സെൽഷ്യസ് വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൈമർ 120 മിനിറ്റ്സ് വരെ കൊടുക്കാനും പറ്റും. കംസ് വിത്ത് കീപ് വാം ഫംഗ്ഷൻ. അത് നമ്മുടെ കുക്ക്ഡ് ഫുഡിനെ നമ്മുടെ കുക്കിംഗ് പ്രോസസ്സ് കഴിഞ്ഞാലും വാം ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ദിസ് എയർ ഫ്രയർ ഓവൻ കംസ് വിത്ത് ബിൽറ്റ് ഇൻ ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് ഓട്ടോ ഷട്ട് ഓഫ് ഫംഗ്ഷൻ. ഇതിനൊരു ഇന്നർ ട്രേയും പാനും ഉണ്ട് വിത്ത് ഹാൻഡിൽ. നമുക്ക് ലെസ് ഓയിൽ ഹെൽത്തി ഗ്രിൽഡ് ഫിഷ് ഉണ്ടാക്കിയാലോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ്, നാരങ്ങനീര്, വെളിച്ചെണ്ണ നന്നായിട്ട് മിക്സ് ചെയ്യുക. ലേശം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. അതിനെയും കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഗ്രില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് ഫിഷാണോ ഫിഷ് എടുക്കുക. നന്നായിട്ട് നമ്മുടെ മസാല മാരിനേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതൊരു 1/2 മണിക്കൂർ 1 മണിക്കൂർ മാക്സിമം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. ശേഷം നമ്മുടെ എയർ ഫ്രയറിൻ്റെ ട്രേ എടുക്കുക. അതിലേക്ക് ഓരോ പീസ് ഫിഷായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ശേഷം 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് കൊടുക്കുക.
10 മിനിറ്റ്സ് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ്സ് ആകുമ്പോഴേക്കും നമ്മൾ ഒന്നുകൂടെ എടുക്കുക. അതിന് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എങ്കിൽ 2 സൈഡും നല്ല രീതിയിൽ കുക്ക് ആവത്തുള്ളൂ കേട്ടോ. വീണ്ടും ഒരു 5 മിനിറ്റ്സ് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഗ്രിൽഡ് ഫിഷ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാവും. വെറും 10 മിനിറ്റിൽ ഹെൽത്തി ആയിട്ടുള്ള ഗ്രിൽഡ് ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ലെസ് ഓയിൽ, ഹെൽത്തി ആൻഡ് ടേസ്റ്റി. അപ്പോൾ നമ്മുടെ അഗാരയുടെ ഈ ഒരു എയർ ഫ്രയർ എന്ന് പറയുന്നത് അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ക്ലീനിങ്ങിനായിട്ട് റിമൂവ് ദ യൂട്ടൻസിൽസ് ആൻഡ് വാഷ് ദം ആൻഡ് സിംപ്ലി വൈപ്പ്. കാര്യം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അന്ന് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന കപ്പലണ്ടി വാങ്ങിച്ചില്ലെങ്കിൽ വാങ്ങിച്ചില്ലേന്ന് വിളി. അത്രയും അഴുകി ചീത്തയായിപ്പോയി. അന്ന് കുക്കറിലിട്ട് വേവിച്ചിരുന്നെങ്കിൽ ഇത്ര പേര് അച്ചിരി ഇത് കാണാൻ വന്നിരിക്കണേ നോക്ക്. ലൈവ് വോയിസ്. കുക്കറിൽ വെച്ച് വേവിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഓ, തൊപ്പി വെച്ചില്ലെങ്കിൽ പിന്നെ ഇത് എയർ ഫ്രൈയിൽ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അത് തന്നെ ഞാൻ വാങ്ങിച്ചോണ്ടെന്നത് അന്ന് സൂക്ഷിച്ചു വെക്കണമായിരുന്നു. ഓ, ഇതിപ്പോ എന്തോന്ന് ചെയ്യാനാണ്? വറുക്കാനാണോ വേവിക്കാനാണ്? കപ്പലിന്റെ എല്ലാം തൊട്ടിച്ചെടുത്തേ. പാവം വെറുതെ ഇരുന്ന ചീമയെ കൂടെ വിളിച്ചോണ്ടിരുത്തി ചെയ്യിക്കുന്നു. വേദ എന്തോന്ന് പരിപാടി? ബൺമസ്ക. വേദയുടെ യൂട്യൂബ് ചാനലിടാൻ വേദ ബൺമസ്ക ഉണ്ടാക്കണം. അച്ഛൻ എന്തോ നിയമോണ? ഉപ്പൊക്കെ തിളച്ചിട്ട് കഴുകി വൃത്തിയാക്കി ഉപ്പ് തിളച്ച് മറ്റേ ഉണ്ടുവണ്ടിയിൽ കൊണ്ടുപോകില്ലേ അണ്ണാച്ചിമാര്, കപ്പലിന്റെ വറക്കാൻ പോണ. അപ്പൊ എയർ ഫ്രൈഡിൽ വെക്കണ്ട. അങ്ങനെ വെച്ച് ചെയ്യണം. വിളമ്പി തരഞ്ഞ ഓരോരുത്തരും പൊതിയിലാക്കി. ഓ, ഉപ്പ് കഴുകിയതാണ്. കഴുകി ഉപ്പിട്ട് എയർ ഫ്രൈഡിൽ വെക്കട്ടാ. ഇവിടെ കഴിയട്ടത്. വേദയുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ബൺമസ്കയും ഇറാനി ടീയും ചൂരക്കണ്ടം തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മീൻ കറി ഫ്രൈ ഇന്ന് ഭയങ്കര സെറ്റപ്പാണ്. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടിന്ന് പൊട്ടിക്കുന്ന പാടാണിത്. ഇത് ഒരു ചെറിയൊരു മരുന്നുണ്ടാക്കണത്. അതിൻ്റെ കാലില് ഒരു കുഴിനകത്തിൻ്റെ ലക്ഷണം പോലെ ഒരു കുഴപ്പമില്ല അത്. അപ്പം അതിന് ചെയ്യാനുള്ള ഒരു പരിപാടി, ഒരു കുറച്ച് മെഴുകുതിരി കണ്ട, ഇനി ഒരു ചില്ലി കർപ്പൂരം. പിന്നെന്തൊരു അത് തന്നെ ഒരു ചില്ലി. ഇനി ഒരു ലോഡ് വേണോ? 2 ഇരുന്നോട്ട്. ഇനി കുറച്ച് കടുകെണ്ണ കണ്ടാ. ആരാവട്ടെ. ഇത്ര ഇങ്ങനെ ചൂടാക്കണം. ചൂടാക്കിയിട്ട് തൊട്ട് വെച്ചാൽ മതി. ഓ, ഒരു 2 ദിവസം വെച്ചാൽ മതി പോകും. തോനെ ഉണ്ടെങ്കിൽ ഒരാഴ്ച വയ്ക്കണം. ഒരു പ്രശ്നവും ഇല്ല. നല്ല മരുന്നാണ്. ഡോക്ടർ ശ്രീകുമാറിന്റെ മരുന്ന്. നല്ല ചൂടുണ്ട്. വെച്ച് എന്റെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും പറ്റിയ ഒരു പ്രശ്നവും പറ്റില്ല. ഞാൻ 100% ഉറപ്പാണ്. ഇത് നല്ല കണ്ട, ഇത് ചൂടോടുകൂടി വെച്ചളയരുത്. ചെറിയ ചൂടോടുകൂടി വെക്കണം. ഇളം ചൂടോട് കുറേ തന്നെ നോക്കിയോ. എന്താ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. കുറഞ്ഞിട്ട് പറയാം നമുക്ക്. കുറഞ്ഞിരിക്കും ഉറപ്പ്. അവിടെ മെഴുക് കൊണ്ട് സെറ്റായി. അതിനുവേണ്ടി തന്നെ നാരങ്ങ മുറിച്ചേ അങ്ങോട്ട് വെച്ചാ മതി. അതും കൊള്ളാം. അത് കുഴിനകത്തിന് ഇത്രേ ഉള്ളൂ. കഴിഞ്ഞ ഓക്കെ. കപ്പലണ്ടി നമ്മൾ എയർ ഫ്രയറിലിട്ട് വേവിക്കാൻ പോവാണ്. വേവിക്കാനല്ല, ഗ്രില്ലിന്റെ കളി. ഇപ്പൊ എയർ ഫ്രയർ വന്ന ശേഷം എപ്പോഴും ഇത് തന്നെ ഇപ്പൊ പരിപാടി. ഗ്രില്ലല്ല, നമ്മള് വറുത്തെടുക്കുന്നത്. ഓ, കുട്ടിക്കോ, പാവം കൊച്ച്. മൺഡേ എക്സാം ആണേ. ഓ, ഒരു 180 10 മിനിറ്റ്സ് കൊടു. 200 കൊടു. 200 അത് തന്നെ. പ്ലസ് 200 കൂടെ. 200 കൊടുക്കാൻ. ഒരു 10 മിനിറ്റ്സ് കൊടു. ഇന്നലത്തെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമൻസ് കണ്ടു, ഐസ്ക്രീം കഴിച്ചാൽ പെട്ടെന്ന് ഹീലാവുന്നു. ഈ പിന്നെ ഞാനായിട്ട് കുഴക്കണ്ടെന്ന് കരുതി ഇന്നലെ ചീമ വാങ്ങിച്ചോണ്ടെന്ന് ഐസ്ക്രീം. അയ്യോ, പറഞ്ഞില്ല. തീർന്ന്. ഇനി കുറച്ചുകൂടെ ഉള്ളൂ.
ചോക്ലേറ്റ് ഇരിക്കുന്നത് എനിക്ക് ചോക്ലേറ്റ് അത്ര ഇഷ്ടമല്ല, വാനില ഐസ്ക്രീമാണ് ഇഷ്ടം. ഇപ്പോൾ വേറൊന്നുമില്ല കേട്ടോ. എപ്പോൾ വീഡിയോ എടുക്കാൻ വന്നാലും വണ്ടികൾ പോയിക്കൊണ്ടേയിരിക്കും. ഇന്ന് നമ്മളവിടെ കിച്ചൺ പെയിൻറ്റിങ്ങിന് ആൾ നിൽക്കുകയാണ്. കപ്പലണ്ടി, എയർ ഫ്രൈഡ് കപ്പലണ്ടി. കുറച്ചുകൂടെ മൂക്കാണ്ട്. പണ്ടത്തെ കാരണം അവർ തലയിലൊക്കെ കെട്ടിയിരിക്കണമൊക്കെ ചെയ്യുമ്പോൾ. ഓ അങ്ങനെ. കപ്പലണ്ടി കൊള്ളാമോ? മ്യൂട്ട് ചെയ്യണേ. കപ്പലിൻ്റെ മൂത്തില്ല, കുറച്ചുകൂടെ മൂക്കാണ്ട്. ഇത് വെന്ത കപ്പലിൻ്റെ. എനിക്ക് ഈ കപ്പലിൻ്റെയാണ് ഇഷ്ടം. വാ ശരിയായി, വാ ശരിയായി. മൂത്തതും കൊള്ളാം കേട്ടോ, നല്ല രുചിയുണ്ട്. പക്ഷെ ഇനി ഒരു 10 മിനിറ്റ് കൂടെ കൊടുത്താലേ മൂക്കൂ. ഞാൻ 10 മിനിറ്റ് കൊടുത്തു. ഫാൻസ്, അച്ചിയുടെ ഫാൻസ്, സഹോദരങ്ങൾ. ഫാൻസ് എന്ന് പറഞ്ഞാൽ വേർഡ് അച്ചിക്ക് ഇഷ്ടമല്ല. സഹോദരങ്ങൾ. ഇനി അച്ചിയുടെ ഒരു പാട്ട്. കലാകാരനല്ലേ പാട്ട്? മറ്റേ പാട്ട് പാടാം. പാട്, എന്തോന്നെങ്കിലും പാട്. ഒന്നും പാടാനില്ല. പാട്. ചീമ ഇലയപ്പത്തിന് കൊതി പറഞ്ഞേ. ഇങ്ങനെ ഇലയപ്പം ഉണ്ടാക്കിയേനെ. ഞങ്ങൾ പോണു ട്യൂഷന്. ഏതേ ട്യൂഷന് വിട്ടിട്ട് വന്ന് ഇലയപ്പം തിന്നു. പല്ല് ശരിയായിട്ടോ, ഇനി വേണമെങ്കിൽ ഇലയപ്പം കഴിക്കാം. അപ്പോൾ വേദയ്ക്ക് ട്യൂഷനുണ്ട്. ഏട്ടനെ വന്ന് കൊണ്ടുപോകാൻ എന്തോ അസൗകര്യം. അപ്പോൾ ഇനി ഞാൻ കൊണ്ടുപോകണം. വേദയെ ട്യൂഷന് വിട്ടിട്ട് വന്നു. പല്ല് ഇടയ്ക്കിടയ്ക്ക് വേദന വരും, ഇടയ്ക്കിടയ്ക്ക് പോകും കേട്ടോ. ചില സമയം നല്ല സുഖമായിട്ടിരിക്കും, ചില സമയം ചെറിയ ചെറിയ വേദന വരും. ആരോട് ചോദിക്കുന്നുണ്ട് പല്ലല്ലേ എടുത്തത്, വേറൊന്നും അല്ലല്ലോ ഒന്ന്. പല്ലാണ് എടുത്തെങ്കിലും നമ്മുടെ ബോഡിയിലെ ഒരു അവയവം എന്നല്ലൊരു പാർട്ടിനല്ലേ പറിച്ച് കളയുന്നത്, അത് വേദന ഉണ്ടാവില്ലേ? ഭാഗ്യത്തിന് എല്ലാവരും പറഞ്ഞു നെക്സ്റ്റ് ടൈം മുതൽ ഭയങ്കര പെയിൻ ആയിരിക്കും എന്നൊക്കെ. എനിക്ക് പെയിനേ ഇല്ല. അതൊരു വലിയൊരു കാര്യം കേട്ടോ, വലിയൊരു ആശ്വാസമാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ട്രിവാൻഡ്രത്തെ അവസ്ഥ എന്താണെന്നറിയോ? ഇതാണ് രാവിലെ മുതൽ ഉള്ള അവസ്ഥ. നമ്മൾ നോർത്തിലൊക്കെ പോകുമ്പോൾ കാണും പോലെ വെയിലില്ല, നല്ല തണുപ്പും നല്ല രസമുണ്ട് കേട്ടോ. വെയിലില്ലാത്തതുകൊണ്ട് കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. വിൻ്റർ സീസൺ ആയപ്പോൾ ഈ ട്രിവാൻഡ്രം ഭാഗത്ത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്, വെയിലില്ലാതെ. രാവിലെ കുറച്ച് സമയം തണുപ്പുണ്ടാവും, പിന്നെ വെയിൽ വരും. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയും വെയിലില്ലാതെ ഇങ്ങനെ ഒരു മൂടി കെട്ടിയൊരു ക്ലൈമറ്റാണ്. ഇലയുടെ ഇത് ചൂടോടെ ഞാൻ പൊളിച്ചതുണ്ട് കേട്ടോ. അതിൽ ഇലയിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത്. കൊതി മാറിയാ? എന്തോന്നടേ, തിന്നാലല്ലേ കൊതി മാറൂ, കണ്ടാലും മതിയല്ലേ. ഞാൻ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. രാവിലെ കഴിച്ചു, ഉച്ചയ്ക്ക് കപ്പലിന് ഇരുന്നു. അടി വെച്ചു, അത് തുറക്കാണ്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. നമ്മുടെ അഗാരോ എയർ ഫ്രയറിൻ്റെ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് നോക്കാവുന്നതാണേ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഉടനെ കാണാം. അതുവരെയ്ക്കും ടാറ്റാ, ബൈ ബൈ.